രാവിലെ തന്നെ വീടിൻ്റെ അകത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങാമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പടി തന്നെ മുറ്റടിക്കുക. നമ്മുടെ പേൾ ഗ്രാസൊക്കെ വെക്കുമ്പോൾ തന്നെ പേൾ ഗ്രാസിൽ നിന്ന് വീഴുന്ന ചവറുകളുണ്ടാവുമല്ലോ, അത് പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ഈർക്കിലിച്ചോളാണ് കേട്ടോ. പണ്ട് കാലത്തുള്ള ഈർക്കിലിച്ചോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ ചവറും പോകട്ടെ. അപ്പോൾ കുറേ സ്ഥലമുണ്ട് അടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് നനച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നലെ ലൈറ്റായിട്ട് തലേ ദിവസം തന്നെ വൈകിട്ടാണ് നനയ്ക്കാൻ പറ്റിയത്. അപ്പോൾ അത് ഇന്ന് രാവിലെ നനയ്ക്കണ്ട. പിന്നെ എന്തായാലും നമുക്ക് പ്ലാന്റുകൾ എന്തായാലും നടാമെന്ന് വെക്കുകയാണ്. ഞാൻ ഈ മഴ സമയത്താണ് നമ്മുടെ ഹൈബ്രിഡ് ബൊഗൻവില്ല, നമ്മുടെ ചില്ലി വെറൈറ്റീസില്ലേ, അപ്പോൾ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഴ കഴിഞ്ഞില്ലേ, ജൂൺ ജൂലൈ സമയത്ത് ഞാൻ കൊമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ 1 2 3 4 എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ അതിൽ കമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മണലിൽ കുറച്ച് മണ്ണ് മാത്രം എടുത്തിട്ട്, വേറെ വളമൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അതിൽ ഫ്ലവറും വന്നിരിക്കുകയാണ് നല്ല രീതിയിൽ. അപ്പോൾ ആ കവറിൽ ഒരുവിധം അതിൻ്റെ വളമൊക്കെ കഴിഞ്ഞല്ലോ. നമ്മൾ ലിക്വിഡായിട്ട് ഇരിക്കുന്ന വളം ആണ് എല്ലാത്തിനും ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് പോകുന്നതാണ്, അല്ലാതെ അതിൽ വേറെ ഒന്നും വളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് ആ കവറൊക്കെ പോയി തുടങ്ങി. വെറും മണലും കുറച്ച് മണ്ണൽ മാത്രമേ ഉള്ളൂ, വേറെ വളമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കതൊന്ന് കുറച്ചും കൂടി ഒരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിനെ നല്ലോണം ഗ്രോത്താക്കി എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും വേറെ ചട്ടിയിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കവറിൽ നിന്ന് മാറ്റി ചട്ടിയിലേക്ക്, ഞാൻ ഈ കവറ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് കൊടുത്തു. അപ്പോൾ ബാക്കിയുണ്ട്. പിന്നെ ഇങ്ങനെ കവറിരുന്നാൽ അത് അതിൻ്റെ വളർച്ച മുരടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വേരൊക്കെ വന്നു ഉണ്ടാവും. നല്ല ഞാൻ തന്നെ വെച്ച് പിടിപ്പിച്ച് വേരൊക്കെ വെച്ച് പിടിപ്പിച്ച ആയിട്ടാണ്. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല. അപ്പം അത് നമ്മൾ മണ്ണും ചാണകവും പിന്നെ ഉള്ളത് കുറച്ച് എല്ലുപൊടി, അത് സ്വല്പം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ചെയ്താണ്. അപ്പോൾ അത് ഇട്ട് നമ്മൾ ഈ കവറ് പൊളിച്ച് കളഞ്ഞിട്ട് അതിലേക്ക് ആക്കി ഒന്ന് നനച്ച് കൊടുത്തിട്ട് ബാക്കി തണലുള്ള സ്ഥലത്താണ് ആദ്യം വെക്കേണ്ടത് കേട്ടോ. കാരണം അത് തന്നെ ഓൾറെഡി വെയിൽ തന്നെ കൊണ്ട് വെക്കരുത്, തണലുള്ള ഭാഗത്ത് വെച്ചിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആകുമ്പോൾ വെയിൽ. അപ്പോൾ ഇതുപോലെ കട്ടിങ്ങൊക്കെ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലും ഒരുപാട് തൈകളുണ്ടാവും കേട്ടോ.